നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം രാഷ്ട്രീയ കേരളത്തിലും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിലും. നിലമ്പൂരിൽ പി അൻവർ 2 ദിവസത്തെ മൗനവ്രതം ആചരിക്കുകയാണ്. അൻവറിനെ വി സതീശൻ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് അൻവറിന്റെ വാദം. അൻവറിനെ വി സതീശൻ പിന്നിൽ നിന്ന് കുത്തിയതല്ല, വി സതീശൻ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞുവെന്നാണ്. ഈ കസ്തൂരി മാനിൻ്റെയൊക്കെ കഥ പറഞ്ഞു കേട്ടിട്ടില്ലേ? കസ്തൂരി മാൻ ഇങ്ങനെ മണത്ത് നടക്കുകയാണ്, എവിടെയാണ് കസ്തൂരി, എവിടെയാണ് ഈ മണം വരുന്നത് എന്ന്. അതുപോലെയാണ് കോൺഗ്രസിന് പി അൻവർ ഇടതുമുന്നണിയുടെ ബന്ധമൊക്കെ ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേക്കാറാൻ വേണ്ടി വന്നപ്പോൾ വി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ കരുതി പി അൻവറിന് നിലമ്പൂരിൽ എന്തോ വലിയ ബന്ധമുണ്ട്, വലിയ സംഭവമാണ് പി അൻവർ എന്നൊക്കെ കരുതി. പക്ഷേ നിലമ്പൂരിൻ്റെ ഹൃദയത്തോട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പി അൻവർ അട്ടർ വേസ്റ്റാണ്. ചവറ്റുകൊട്ടയിൽ പോലും പി അൻവറിന്, അതായത് നിലമ്പൂരിൻ്റെ ചവറ്റുകൊട്ടയിൽ പോലും പി അൻവറിന് സ്ഥാനമില്ല എന്ന് വി സതീശനൊക്കെ തിരിച്ചറിഞ്ഞത് നിലമ്പൂരിൻ്റെ ഹൃദയത്തുടിപ്പ് അറിഞ്ഞപ്പോഴാണ്. അവിടെ ഇടതുമുന്നണിക്കാണ് മുൻതൂക്കം. അവിടെ ചെങ്കോട്ടയായി മാറിക്കഴിഞ്ഞു. അവിടെ ചെങ്കോട്ടയാണ്. അവിടെ ഇനി ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും പിടിച്ച് ഫൈറ്റ് ചെയ്താലേ രക്ഷയുള്ളൂ. അല്ലാതെ പി അൻവറിനെ കൂട്ടുപിടിച്ച് യുദ്ധത്തിന് പോയാൽ അവിടെ ആ ചെങ്കോട്ടയിൽ ചെന്ന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ ത്രിവർണ്ണ പതാകയും പിടിച്ച് പോയാൽ മാത്രമേ രക്ഷയുള്ളൂവെന്ന് വി സതീശനും സംഘത്തിനും തോന്നി. അതുകൊണ്ട് പി അൻവറിനെ പതുക്കെ ചവിട്ടി അകറ്റി എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് പി അൻവറിൻ്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് വഴങ്ങാതെ പി അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ ഗോതയിലിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. പി അൻവറിൻ്റെ ഒരു സമ്മർദ്ദത്തിനും കോൺഗ്രസ് വഴങ്ങിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പി അൻവറിൻ്റെ ഉച്ഛിഷ്ടം തിന്നാൻ വേണ്ടി പോയി ഓച്ചാനിച്ച് നിൽക്കാതെ നാണക്കേടാണ്. കാരണം അവിടെ 14 തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 10 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനായിരുന്നു വിജയം. കോൺഗ്രസ് 10 തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിനൊപ്പമാണ് നിലമ്പൂരിൻ്റെ മനസ്സ്. 4 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയം നേടാൻ കഴിഞ്ഞത്. അടുപ്പിച്ചടുപ്പിച്ച് 2 തെരഞ്ഞെടുപ്പുകളിൽ പി അൻവർ വിജയിച്ചത് ഇടതുമുന്നണിക്ക് അവിടെ സ്വാധീനമുണ്ടായിരുന്നത് കൊണ്ടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വികസന പദ്ധതികൾ നടപ്പിലാക്കി ആ നാടിന് വികസന സമ്മാനങ്ങൾ നൽകിയതുകൊണ്ടാണ്. പക്ഷേ ഇന്നലേക്ക് മുളച്ചു വന്ന തൃണമൂൽ കോൺഗ്രസ്സുകാരൻ 2025 ജനുവരി 10 ശേഷം മാത്രം വന്ന തൃണമൂൽ കോൺഗ്രസ് പറയുന്നു പനമരവും അതുപോലെ തന്നെ പഞ്ചായത്തുകളും കോൺഗ്രസിന് തൃണമൂൽ സമ്മാനമായി കൊടുത്തു. ഇനി ഈ നിയമസഭാ മണ്ഡലം കൂടി സമ്മാനമായി കൊടുക്കുകയാണ്. ഇയാൾ എന്തൊരു പൊങ്ങച്ചമാണ് പറയുന്നത്, ഇയാൾ എന്തൊരു പോങ്ങനാണ്. ആലോചിച്ച് നോക്കൂ, ഇത്രയും കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായ സ്ഥലത്ത് ഇതൊക്കെ തൃണമൂൽ കോൺഗ്രസ് UDFന് സമ്മാനമായി കൊടുത്തതാണ് പോലും. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച് കയറിയാൽ പി അൻവറിനെ UDF ഒപ്പം കൂട്ടിയാണ് ജയിക്കുന്നതെങ്കിൽ ഇയാൾ എന്തൊക്കെ പറയും? ഇത് സാമാന്യ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാരൊക്കെ ചിന്തിച്ചു. അതുകൊണ്ടാണ് പി അൻവറിനെ അകറ്റി നിർത്താൻ അയാൾ പൂർണ്ണ സമ്മതത്തോടുകൂടി വന്ന് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുക്കട്ടെ. അല്ലാതെ അയാളുടെ കാല് പിടിച്ച് അയാളുടെ ഉപാധികൾ ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അയാളെ പിടിച്ച് കൂടെ നിർത്താനൊന്നും കോൺഗ്രസ് പോകുന്നില്ല എന്ന് വി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. കെ മുരളീധരൻ ആദ്യമേ തന്നെ താക്കീത് ചെയ്തതാണ്. പി അൻവർ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ താക്കീത് ചെയ്തതാണ്. അതായത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിഞ്ഞതാണ്. സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പി അൻവർ എന്ന് പറയുന്നതൊക്കെ ഒരു വിഷവിത്തുകളാണ്, സൂക്ഷിക്കണമെന്ന് കെ മുരളീധരനൊക്കെ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതൊന്നും കേൾക്കാതെ പി അൻവറിനെയൊക്കെ എടുത്ത് തോളത്ത് വെച്ചത് ഇവരൊക്കെ തന്നെയാണ്. എന്നിട്ടും ഈ വി സതീശൻ ഒരു ബുദ്ധി കാണിച്ചു. തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നൊരു പ്രത്യയശാസ്ത്ര ഒരു സംഭവം എടുത്ത് അങ്ങോട്ട് അടിച്ചിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ. അതുകൊണ്ട് വി സതീശന് പിടിച്ചു നിൽക്കാം. കാരണം മറ്റ് നേതാക്കളൊക്കെ പി അൻവറിനെ എടുക്കണമെന്ന് നിർബന്ധിച്ചിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്ന ന്യായം. ആ ന്യായം വെച്ചിട്ട് അതൊരു വലിയ ന്യായമാണ്. ഈ സാഹിത്യ പ്രസ്ഥാനങ്ങളിലൊക്കെ പറയും. സാഹിത്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സംഘടനകളല്ല, പഴയ ഇസങ്ങളുണ്ടല്ലോ, റൊമാൻറ്റിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത എന്നൊക്കെ പറയും. ആ ഇസങ്ങളിലൊക്കെ പറയുന്നത് പോലൊരു ഒരു പ്രത്യയശാസ്ത്ര ടേമാണ് തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല. വി സതീശൻ്റെ ഈ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല പ്രയോഗം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനി വളരെ വളരെ ചർച്ചയാകാൻ പോകുന്നൊരു ടേമാകും, തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല പ്രയോഗം. അതുകൊണ്ട് വി സതീശന് പിടിച്ചു നിൽക്കാൻ കഴിയും. ഏതായാലും പി അൻവർ ഇപ്പോൾ പുറത്താണ്. 2 ദിവസത്തെ മൗനമാണ്. ആലോചിച്ച് നോക്കുക, 2 ദിവസത്തെ മൗനം ഇപ്പോൾ ഓടി നടക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോവുകയാണ്. ലീഗ് പറഞ്ഞിട്ട് ഇനി തിരുവമ്പാടി സീറ്റെങ്കിലും പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ പി സി ജോർജിനേക്കാൾ കഴുപ്പണം കെട്ട അവസ്ഥയിലാകും. ഇനി ഏകരക്ഷ
ഒരു പക്ഷേങ്കിൽ ബി ജെ പിയിൽ പോയി ചെന്ന് ചായും, ബി ജെ പിയിൽ പോയി ചാടി കൊടുക്കും. അവിടെ ആകുമ്പോൾ പിന്നെ എന്ത് വിളിച്ച് പറയാമല്ലോ, വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ എന്ത് വിളിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തും ആരെയും ചീത്ത വിളിക്കാം. എന്നാൽ 10 വോട്ട് കിട്ടുമെങ്കിൽ അതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വിഡിത്തം വിളിച്ച് പറഞ്ഞ് പാർട്ടിയുടെ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ബി ജെ പിക്ക് വേണ്ടതെന്നാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം. അതുകൊണ്ടാണല്ലോ പി സി ജോർജ് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയുന്നത്. അതുപോലെ പി വി അൻവർ എന്തെങ്കിലും പൊട്ടത്തരം എവിടെയെങ്കിലും ഇരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബി ജെ പിയിൽ പോയി ചൈക്കാറിയാലും അതിശയമൊന്നുമില്ല. ഏതായാലും തിരുവമ്പാടി സീറ്റിന് വേണ്ടി, തിരുവമ്പാടി സീറ്റ് യു ഡി എഫിൻ്റെ എന്താണ് ലീഗിൻ്റെ സീറ്റാണ്, ലീഗാണ് എപ്പോഴും അവിടെ മത്സരിക്കുന്നത്. ആ സീറ്റിന് ആ സീറ്റെങ്കിലും തനിക്ക് തരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കെഞ്ചി നടക്കുകയാണ് പി വി അൻവർ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. തിരുവമ്പാടി സീറ്റ് പി വി അൻവറിന് ലഭിച്ചില്ലെങ്കിൽ ഇപ്പോൾ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. അതാണ് ഈ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞു. ആ സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നൊക്കെ 2 ദിവസം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഈ നട്ടലിന് ഉറപ്പില്ല, നാവിന് എല്ലില്ല, അതുകൊണ്ട് എന്തും ലൈസൻസ് ഇല്ലാതെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞു പി വി അൻവർ. പി വി അൻവറിൻ്റെ വാദഗതികളെ തച്ചുടച്ച്, പി വി അൻവറിൻ്റെ ഉപാധികളെ തച്ചുടച്ച് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചതിൽ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു സന്തോഷമുണ്ട്. ഇനി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരണം. ഇനി ത്രികോണ മത്സരമാണോ നടക്കാൻ പോകുന്നത്, അതോ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പോരാട്ടമാണോ? ഇനി നേരത്തെ പറഞ്ഞതുപോലെ മരുമോനിസത്തിനും പിണറായിസത്തിനും എതിരെ ജനങ്ങളുടെ പോരാട്ടമെന്ന അൻവറിൻ്റെ ആ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, അത് 3G ആയിപ്പോയി എന്നൊക്കെ വേണമെങ്കിൽ ഭംഗിയായി നമുക്ക് പറഞ്ഞ് ഒഴിവാക്കാം. ഈ പിണറായിസം, മരുമോനിസം എന്നൊക്കെ പറഞ്ഞ് വീരസ്യം പറഞ്ഞ ആ പി വി അൻവർ തിരശ്ശീലയ്ക്ക് പിന്നിലായിപ്പോയി, അണിയറയിലേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. പി വി അൻവറിന് യാതൊരു റോളുമില്ലാത്ത ഇലക്ഷനായി നിലമ്പൂർ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് മാറി. യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരം ആണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതിൽ ഇപ്പോൾ മുൻതൂക്കമുള്ളത്, അതായത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിലെ പടലപ്പിണക്കങ്ങളും കോൺഗ്രസിലെ തമ്മിലടിയും ഒക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ സുസ്ഥിരമായൊരു ഭരണം, അച്ചടക്കമുള്ള നേതൃത്വം, വികസനം, ഇതൊക്കെയാണ് ജനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ ഇടതുമുന്നണിക്ക് തന്നെയാണ് നിലമ്പൂരിൽ മുൻതൂക്കം. യു ഡി എഫ് അൻവറിനെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിക്കളഞ്ഞത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് യു ഡി എഫിനും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടനേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും വസ്തുതയാണ്.